Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillah. Assalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in, amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. قال الله عز وجل وقال نبينا محمد صلى الله عليه وسلم من تواضع رفعه الله. قال رسول الله صلى الله عليه وسلم. ഏറെ ആദരണീയരായ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, ഈ വേദിയിൽ സംഗമിച്ച കുഞ്ഞാൻ സാഹിബ്, റസാഖ് ഫൈസി ഉസ്താദ് അവറുകൾ, സദസ്സിൽ സംഗമിച്ച പണ്ഡിതന്മാർ, കാരണവന്മാർ, പ്രിയം നിറഞ്ഞ സഹോദരങ്ങൾ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ മനോഹരമായ ഒരു വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വേദിയുടെ ആവശ്യകതയെക്കുറിച്ചും ഇത് സംഘടിപ്പിക്കേണ്ട കാരണത്തെക്കുറിച്ചുമൊക്കെ സ്വാഗത ഭാഷകൻ വളരെ മനോഹരമായി ഇവിടെ പ്രതിപാദിച്ച സ്ഥിതിക്ക് ആ വിഷയത്തിലേക്ക് കാര്യമായി ഒരു പ്രവേശനം നടത്താൻ ഈയുള്ളവൻ ആഗ്രഹിക്കുന്നില്ല. എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ വേദിയുടെ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുക എന്നതോടൊപ്പം 2 പതിറ്റാണ്ടുകാലം മുസ്ലിം കൈരളിയുടെ സമാനതകളില്ലാത്ത നേതൃത്വ പദവിയിൽ അജയ നക്ഷത്രമായി, അക്ഷയ പുഷ്പമായി കേരളീയ മുസൽമാന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സന്ദേശങ്ങൾ പകർന്നു നൽകുകയും ധിഷണമായി സമസ്തയുടെ നേതൃപദവി അലങ്കരിക്കുകയും ചെയ്ത ആദരപ്രധാനിയും ആത്മീയ ഗോളയുടെ ജ്യോതിർഗോളവുമായ അഭിവന്ദരായ സൈനുൽ ഉലമായി ചെറുശ്ശേരി ഉസ്താദിന്റെ അനുസ്മരണം കൂടി നടത്തുക എന്നുള്ള 2 കർത്തവ്യങ്ങളാണ് ഈ വിനീതനെ ഇവിടെ നടത്തേണ്ടത്. നമുക്കറിയാം, നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വേദിയിലാണ്. ഈ വേദി ഇവിടെ സംഘടിപ്പിക്കേണ്ടതിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. സ്വാഭാവികമായും നമുക്കറിയാം, 9 പതിറ്റാണ്ടുകാലമായി 1926കളിൽ പലതവണ നമ്മൾ കേട്ടുമറന്ന ചരിത്രമാണെങ്കിലും കേരളീയ മുസൽമാന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് ഭിന്നിപ്പിന്റെ രഥമുരുട്ടിക്കൊണ്ട് കടന്നുവന്ന നവീനവാദികളുടെ ഭദ്രമായ മുസ്ലിമിന്റെ വേദികളും മുസ്ലിമിന്റെ മഹല്ലുകളും സമൂഹത്തിലുമൊക്കെ ഛിദ്രതയുടെ വിഷബീജങ്ങൾ നട്ടുവളർത്തിയപ്പോൾ ചില നവീനവാദക്കാർ നവോത്ഥാനമെന്ന് അവർ പറയുന്ന നവീനവാദവുമായി കേരളക്കരയിലേക്ക് കടന്നു വന്നപ്പോൾ കാലഘട്ടത്തിന്റെ അനിവാര്യത എന്നോളം ഈ നവീനവാദത്തെയും ഈ കാപട്യങ്ങളെയും ഒക്കെ തടഞ്ഞു നിർത്തുക എന്ന കാലോചിതമായ ആവശ്യമായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ പിറവിയിലേക്ക് നയിച്ചത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കേരളീയ മുസൽമാന്റെ വിശ്വാസത്തെയും ആത്മീയതയെയും കേരള മുസൽമാന്റെ ജീവിതത്തെയും ഒക്കെ സംരക്ഷിച്ചു നിർത്തുക എന്ന ബാധ്യത തീർച്ചയായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കുണ്ട്. അത് വഹാബിസമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും തബ്ലീഗ് ജമാഅത്തും ഖാദിയാനിയുമാണെങ്കിലും നിരവധിയായി കേരളീയ മുസൽമാന്റെ ഹൃദയാന്തരങ്ങളിൽ വിശ്വാസം കവർന്നെടുക്കാൻ കടന്നുവരുന്ന വ്യാജ ത്വരീഖത്തുകാരാണെങ്കിലും അവരെല്ലാം എതിരിടുക എന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബാധ്യതയാണ്. അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണത്. ആ ശ്രേണിയിൽ ഇന്നോളമുള്ള സമസ്തയുടെ മനോഹരമായ പാതയ്ക്കിടയിൽ വെച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മനോഹരമായ യാത്രകൾക്കിടയിൽ വെച്ചുകൊണ്ട് ഭിന്നിച്ചു പോവുകയും മഹാന്മാരായ ഉസ്താദുമാരടക്കമുള്ള സമസ്തയുടെ സ്വാത്വികന്മാരായ ആലിമ്യങ്ങളെയും മഹാന്മാരായ നേതാക്കന്മാരെയും ഒക്കെ താറടിക്കുകയും അവർക്കെതിരെ മോശമായ രൂപത്തിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ കേരളക്കരയിൽ മുസൽമാന്റെ വിശ്വാസ ഭൂമികയിലേക്ക് കടന്നു വരികയും ആത്മീയതയെയും വിശ്വാസത്തെയും ഒക്കെ ചൂഷണം ചെയ്യാൻ കടന്നു വരുമ്പോൾ അതിനെതിരെയും പ്രതിരോധത്തിന്റെ പടുകൂറ്റൻ ചൈന വൻമതിലുകൾ തീർക്കുക എന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർത്തവ്യമാണ്, ദൗത്യമാണ്. അത് ചെയ്യുന്നതിൽ ഒരാളെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. സമസ്തയുടെ മനോഹരമായി പ്രവർത്തിച്ചു വരുന്നതിന്റെ പോഷകഘടകങ്ങൾ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ അടക്കമുള്ള അതിന്റെ പോഷകഘടകങ്ങൾ മനോഹരമായി ജോലി ചെയ്തു വരുമ്പോൾ കേരളീയ മുസൽമാന്റെ മനോഹരമായ ഒരു സാഹചര്യം ഒരുക്കിക്കൊടുത്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന
ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും വലിയ ധർമ്മ പടയണിയും അതിന്റെ വിദ്യാർത്ഥി പടയണിയും അതിന്റെ പോഷകങ്ങളുമൊക്കെ ഈ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പല ആളുകളും കേരളീയ മുസ്ലിമുകൾക്കിടയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 1-2 പതിറ്റാണ്ടുകളായി കേരളീയ മുസൽമാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നട്ടുവളർത്തി പരിപാലിച്ചു വന്ന വിശ്വാസ ഭൂമികയിൽ പലതിലേക്കും കടന്നു കയറുകയും പലതിന്റെയും പിതൃത്വവും അതിന്റെ നേതൃത്വവും ഒക്കെ ഞങ്ങൾക്കാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ വേദിയും ഇവിടെ സംഘടിപ്പിച്ചതിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. കേരളീയ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ നേതൃത്വം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആയിരിക്കുമ്പോൾ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മനോഹരമായി വേരോട്ടമുണ്ടാവുകയും അതിന്റെ മനോഹരമായ പ്രവർത്തനങ്ങൾ ചതുര താളത്തോടെ നടന്നു പോവുകയും ചെയ്യുമ്പോൾ അതിനിടയിൽ വന്നുകൊണ്ട് ഭിന്നിപ്പ് സൃഷ്ടിക്കുവാനും ചില നവോത്ഥാനം എന്ന് പറയുന്ന നവീന ആശയങ്ങളിലേക്ക് ഏറ്റവും അവസാനം ഇവിടെ സ്വാഗത ഭാഷകൻ പറഞ്ഞതുപോലെ സുന്നി എന്ന പേരിൽ പിറവിയെടുത്ത് ഒരു കാലത്ത് മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും അടക്കമുള്ള ആലിമീങ്ങൾക്ക് സുന്നി സ്പിരിറ്റ് പോരാ എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അവരുടെ സുന്നിസമൊക്കെ പണയം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മൂസത്തിലേക്ക് പോലും കടന്നു കയറുന്ന ഹീനമായൊരു സാഹചര്യത്തിൽ അതിനെതിരെ പ്രതികരിക്കുക എന്നത് ഈ വിദ്യാർത്ഥി പടയണിയുടെ ഈ ധാർമ്മിക പടയണിയുടെ ദൗത്യമാണ്. അത് ചെയ്യുന്നതിൽ ഒരാളുടെ മുമ്പിലും മുട്ടുപറക്കേണ്ട ഒരു സാഹചര്യം SKSF-നില്ല. ഇവിടുത്തെ അതിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കും പോഷകടങ്ങൾക്കുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഭാഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ വരാനിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ അഭിനന്ദരായ മുസ്തഫ അഷറഫി കക്കുപടി ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഇന്ന് ആ മനോഹരമായ വിഷയങ്ങൾ വളരെ കാര്യപ്രസക്തമായി ഇവിടെ അവതരിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സംശയലേശമന്യേ ഈ വേദി വിട്ടു പോവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 9 പതിറ്റാണ്ടുകാലം അതിന്റെ പ്രവർത്തന ഗോഡയിൽ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കഴിഞ്ഞ സമ്മേളനത്തിലും ചർച്ച ചെയ്ത ഒരു വിഷയം ആദർശ വിശുദ്ധിയുടെ 90 വർഷങ്ങളെന്നായിരുന്നു. ആ 90 വർഷങ്ങൾ മനോഹരമായ ആദർശ വിശുദ്ധിയുടെ പൂത്തിരി കത്തിച്ചുവെച്ച സ്വാത്വികന്മാരായ ഒരുപാട് പണ്ഡിതന്മാരെ നമ്മൾ ഇന്നേ വരെ അനുസ്മരിച്ചിട്ടുണ്ട്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങി TV ഉസ്താദും പറവണ്ണ ഉസ്താദും ശംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദും KT മാനു ഉസ്താദും CH ചൈത്ര സുസ്ലിയാരും MM ബഷീർ ഉസ്താദും പാണക്കാട്ടെ അഭിനന്ദരായ സാദാത്തികളും മഹാനായ റയീസുൽ ഉലമ കാളമ്പാടി ഉസ്താദും KT മാനു മുസ്ലിയാരുമൊക്കെ അടക്കമുള്ള ഒരുപാട് സ്വാത്വികന്മാരുടെ നമ്മിലേക്ക് കൈവന്ന മനോഹരമായ ആ ശൃംഖലയുടെ അവസാനമായി നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത് മഹാനായ സൈനുൽ ഉലമായി ചെറുശ്ശേരി ഉസ്താദ് അവറുകളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു അംഗമാണ് എന്ന് പറയുന്ന ഏതൊരാൾക്കും അഭിമാനത്തോടെ പറയാൻ കഴിയും. ഏതൊരാൾക്കും അഭിമാനത്തോടെ എവിടെയും പറയാൻ കഴിയുന്ന ഒരു വിഷയമാണ് സൈനുൽ ഉലമയുടെ നേതൃത്വത്തിന് കീഴിൽ മഹാനായ സൈനുൽ ഉലമ എന്റെ നേതാവായിരുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കണം. അള്ളാഹു അവിടുത്തെ ഫൈല് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആരായിരുന്നു മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് എന്ന് ഒരു വേള നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസംഗവേദികളിൽ അതിന്റെ സമ്മേളന വേദികളിലൊക്കെ ഒരാമുഖ പ്രഭാഷണം, ഒരു ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്ന അതിന്റെ ഒരു ജനറൽ സെക്രട്ടറി എന്നതിനപ്പുറത്തേക്ക് ആത്മീയ ഗോഡയിലെ ജ്യോതിർഗോളമായിരുന്നു മഹാനായ ശൈഖുന അവറുകൾ. ഒരാൾക്കും ഒരു എതിരഭിപ്രായം പോലും പറയാൻ കഴിയാതെ നമ്മളൊക്കെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് വഫാത്തിന്റെ മുമ്പ് മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ചൊക്കെ ആക്ഷേപം പറഞ്ഞിരുന്ന ആളുകൾ പോലും വഫാത്തിന് ശേഷം സൈനുൽ ഉലമ ഞങ്ങളെ നേതാവാണെന്ന് പറയാൻ ഒരുതരം വെട്ടുകാലി മമ്മൂഞ്ഞിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലേക്ക് വഫാത്തായി കഴിയും വരെ അഭിനന്ദരായ ഉസ്താദുമാർക്കെതിരെ ആക്ഷേപം പറയുകയും വഫാത്തായതിനു ശേഷം ഇവരൊക്കെ ഞങ്ങളെ നേതാക്കന്മാരായിരുന്നുവെന്ന് പറയാൻ അറപ്പില്ലാത്ത രീതിയിലേക്ക് പല ആളുകളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനമായി നമ്മൾ കേട്ട ഒരു ഭാഷണം ഇങ്ങനെയായിരുന്നു: മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന് ശംസുൽ ഉലമയോട് വലിയ മതിപ്പുണ്ടായിരുന്നില്ല എന്നും പിളർപ്പിന്റെ വിഷയങ്ങളിൽ AP-യുടെ ഭാഗത്താണ് സത്യം, അതുകൊണ്ട് നീ അവിടെ നിന്നോ എന്ന് ചില ശിഷ്യന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരോട് സൈനുൽ ഉലമ പറഞ്ഞുവെന്നും കുടുംബപരമായ ചില സാഹചര്യ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല, ഞാൻ രണ്ടിലുമില്ലാതെ മാറി നിന്ന് കൊള്ളാമെന്ന് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞുവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബദ്ധജടിലമായ മഹാനായ സൈനുൽ ഉലമയെ ഉറവാക്കി കാണാൻ ചില ആളുകൾ പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 2 പതിറ്റാണ്ടുകാലം സൈനുൽ ഉലമയുടെ ജീവിതം പഠിച്ച ആളുകൾക്കറിയാം മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അസ്ഥിവാരമിട്ട സ്വാത്വികന്മാരിലൂടെ കടന്നു വന്ന്
ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും ഒരു ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളുള്ള സാഹചര്യത്തിൽ ഏതൊരു പ്രസ്ഥാനത്തിന്റെ കൂടെയാണെന്നത് അഥവാ ഹക്ക് ഏത് ഭാഗത്താണോ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്വാത്വികനായ നേതാവായിരുന്നു മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് എന്ന വിഷയത്തിൽ ഒരാൾക്കും രണ്ടഭിപ്രായമില്ല. പിന്നെ വേറെ അഭിപ്രായങ്ങൾ പറഞ്ഞു വരുന്ന ആളുകൾ അവരുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറയുകയാണെങ്കിൽ മഹാനായ സൈനുൽ ഉലമയുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാന കാലഘട്ടം വരെ ഒരുപാട് പ്രത്യേകതകളും പ്രാധാന്യങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതമായിരുന്നുവെന്ന് ഈ ഇടയായി ഉസ്താദിന്റെ വഫാത്തിന് ശേഷമെങ്കിലും പല അനുസ്മരണങ്ങളിലും വാർത്താക്കുറിപ്പുകളിലും മറ്റു പുസ്തകങ്ങളിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ജനനം തന്നെ കേരളക്കരയിലെ പ്രസിദ്ധമായ കൊണ്ടോട്ടിയിലെ കാളിയാരകം തറവാട്ടിൽ പൊന്നാനി, മഹാനായ പൊന്നാനിയിലെ പണ്ഡിത പ്രഭുക്കന്മാർക്ക് ശേഷം കേരളക്കരയിൽ അവരുടെ പാത ഏറ്റുപിടിച്ച കൊണ്ടോട്ടി കേന്ദ്രമായ മഹാനായ കാളിയാരകം തറവാട്ടിലെ അവസാന പണ്ഡിത കണ്ണിയായിട്ടാണ് സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് കടന്നു വരുന്നത്. ആ തറവാട്ടിൽ ഇന്നേ വരെ കടന്നു വന്ന ആളുകളൊക്കെ കേരളീയ മുസൽമാന്റെ ഏറ്റവും വലിയ സ്വാത്വികന്മാരായ നേതാക്കന്മാരായിരുന്നു. കേരളീയ മുസൽമാന് അറിവിന്റെ വാതായനങ്ങൾ തുറന്നുകൊടുത്ത സൂഫി വര്യന്മാരായിരുന്നു. അഭിവന്ദരായ ആലിമീങ്ങളായിരുന്നു. അഭിവന്ദരായ സൈനുൽ ഉലമ അതിലെ അവസാനത്തെ കണ്ണിയായിട്ട് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരുപാട് പ്രത്യേകതകളും പ്രാധാന്യങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതമായിരുന്നു മഹാനായ സൈനുൽ ഉലമയുടേത്. ചെറിയ കാലത്തില് പഠനം തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ അസാമാന്യമായ പ്രതിഭാശേഷിയും ഏറ്റവും വലിയ ജ്ഞാന മികവുമൊക്കെ പ്രകടമാക്കിയ സൈനുൽ ഉലമ തന്റെ പ്രഥമ വിദ്യാഭ്യാസം നേടിയത് അഭിവന്ദരായ പിതാവിൽ നിന്നായിരുന്നു. അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാറിൽ നിന്നാണ് മഹാനായ സൈനുൽ ഉലമ ആദ്യാക്ഷരങ്ങൾ പകർന്നതും ഏറെക്കാലം ദർസോതി പഠിച്ചതും. അതിനുശേഷം ഈ ദർസ് മാറ്റിയിട്ട് മഞ്ചേരിയിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എടുത്തു പോവുകയും ശേഷം ജോലി ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള കോടങ്ങാട്ടുകാർ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുശ്ശേരി കുടുംബത്തിലെ അവസാന പണ്ഡിതനെ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇളം പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ തന്നെ കോടങ്ങാട് പള്ളിയിലേക്ക് മുദർരിസും ഖാദിയും ഖത്തീബുമായിട്ട് മഹാനായ സൈനുൽ ഉലമയെ കൊണ്ടുപോകുമ്പോൾ ആ ജോലിയിൽ 2 പതിറ്റാണ്ടോളം 10-16 കൊല്ലത്തോളം സൈനുൽ ഉലമ അവരോധനാവുകയും അവിടെയൊക്കെയുള്ള ജീവിതങ്ങളിൽ ഒരുപാട് സുഹൃതങ്ങൾ നമുക്ക് എണ്ണിപ്പറയാൻ സാധിക്കും. ഇതിനിടയിൽ ജോലിയിൽ നിന്നും അല്പം മാറി നിന്നുകൊണ്ട് മഹാനായ ഓക്കെ ഉസ്താദിന്റെ ചാലിയുടെ ദർസിൽ പോയി പഠിക്കുകയും ഒക്കെ ചെയ്ത സൈനുൽ ഉലമായി മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ചുരുങ്ങിയ കാലത്തെ വിജ്ഞാനം കൊണ്ട് അറിവിന്റെ ഏറ്റവും വലിയ മേഖലകൾ കയറുകയായിരുന്നു. പഠനം കഴിഞ്ഞുകൊണ്ട് ബാക്കിയാത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിതാവിനോട് ചോദിച്ചപ്പോൾ അഭിവന്ദരായ പിതാവിന്റെ അടുത്ത് പോയിട്ട് സമകാലിക സാഹചര്യങ്ങളിലെ പണ്ഡിതന്മാരൊക്കെ അവരുടെ വിജ്ഞാനത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി ആശ്രയിച്ചിരുന്ന ബാക്കിയാത്ത് സ്വാലിഹീൻ തമിഴ്നാട്ടിലെ വെല്ലൂരിലെ ബാക്കിയാത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിച്ചപ്പോൾ ചെറുശ്ശേരി ഉസ്താദിനോട് പിതാവ് പറഞ്ഞുവത്രേ, നീ എവിടെയും പോവേണ്ട ആവശ്യമില്ല, അവിടെ പോയ ആളുകളൊക്കെ നിന്നെ തേടി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ ആ വാചകം പിന്നെ ജീവിതത്തിൽ അത് അനർത്ഥമാകുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടത്. മഹാനായ സൈനുൽ ഉലമയുടെ അടുത്തേക്കാണ് കേരളക്കരയുടെ അകത്തും പുറത്തുമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധികളുള്ള, ഏറ്റവും വലിയ പ്രയാസങ്ങൾ നേരിടുന്ന സങ്കീർണമായ മസ്അല തർക്കങ്ങൾക്ക് പോലും അവസാന വാക്കായി ഇവിടുത്തെ സുന്നി എന്ന് മാത്രമല്ല, ഇവിടുത്തെ സമസ്തക്കാരൻ മാത്രമല്ല, വിഘടിതനും വഹാബിയും മറ്റിതര പ്രസ്ഥാനക്കാരുമൊക്കെ പല സങ്കീർണമായ മസ്അല തർക്കങ്ങൾക്കും അവസാനത്തെ വാക്കായി ആശ്രയിച്ചത് സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെയായിരുന്നു. പിതാവിന്റെ ആദ്യത്തെ ആ വാക്ക് വളരെ പ്രായോഗികമായി അത് ജീവിതത്തിൽ ഫലവത്താവുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഭാഗത്തിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. സൈനുൽ ഉലമയുടെ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ, അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യകാലങ്ങളിൽ തന്നെ അഭിവന്ദരായ ഉസ്താദുമാരിൽ നിന്ന് ഏറ്റവും വലിയ ഭാവിയിലേക്കുള്ള വരദാനമാണെന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് നേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ കാലത്തിനടുത്ത് പിതാവിന്റെ ദർസ് അവസാനിപ്പിച്ചുകൊണ്ട് മഞ്ചേരിയിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ദർസിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് ചെറുശ്ശേരി ഉസ്താദ് പോയ സമയത്ത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ദർസിലേക്ക് ഒരു വിദ്യാർത്ഥി വന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് എടുക്കുകയും നേരെ വിദ്യാഭ്യാസം തുടങ്ങുകയും നീ ഇവിടെ സ്ഥിരമായിക്കോ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരാഴ്ചയോളം ദർസിൽ നിർത്തിയിട്ട് ആ കാലങ്ങളിൽ ഒരു ഇന്റർവ്യൂ പോലെ ചെലവ് സ്വന്തം വഹിക്കുകയും പിന്നീട് ഇവിടെ നിൽക്കാൻ യോഗ്യനാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ മാത്രം ആ ദർസിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ ചെറുശ്ശേരി ഉസ്താദ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ദർസിലേക്ക് പോയപ്പോൾ അവിടെ ഉസ്താദ് ഉണ്ടായിരുന്നില്ല. ഉസ്താദ് പുറത്തെന്തോ ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ഉസ്താദിന്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്ന ഖത്തീബും അവിടുത്തെ വേറെ ഒരു ജോലിക്കാരനുമായിരുന്നു. അവരിടയിലേക്ക് ചെറുശ്ശേരി ഉസ്താദ് കടന്നു പോകുമ്പോൾ ഈ രണ്ടാളുകളും അവിടുത്തെ ഖത്തീബും മറ്റൊരു പണ്ഡിതനും മസ്അലയുമായി ഫത്വയ്ക്ക് വേണ്ടി വന്ന
ഒരു സമൂഹവുമായിട്ട് ഇങ്ങനെ ഏതോ ഒരു കെട്ടുപിടിച്ച ഫറായിദിന്റെ അനന്തരാവകാശത്തിന്റെ ഏതോ മസ്തലകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാനായ സൈനുൽ ഉലമ ചെറിയ വിദ്യാർത്ഥിയായ ഏറെ ചെറിയ പ്രായമുള്ള ചെറുശ്ശേരി സർ അവിടെ കടന്നുപോയപ്പോൾ ഈ ആളുകളോട് വിഷയത്തിന്റെ കാഠിന്യം അന്വേഷിക്കുകയും ഇതിന്ന വിഷയമാണെന്ന് പറഞ്ഞപ്പോൾ വളരെ ദ്രുതഗതിയിൽ ആ വിഷയത്തിന്റെ സങ്കീർണതയുടെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് ആ മസ്തല വളരെ മനോഹരമാക്കിയവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ പിന്നീട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ വന്നപ്പോൾ ജ്യേഷ്ഠ സഹോദരനായ ഖത്തീബ് പറഞ്ഞുവത്രേ, ഈ കുട്ടിയെ ഇന്റർവ്യൂ നടത്തേണ്ടെന്ന് മാത്രമല്ല ഇവൻ പോവുകയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞയക്കരുത്. ഇതായിരുന്നു സൈനുൽ ഉലമയ്ക്ക് ആ ദർസിലേക്ക് പോയപ്പോൾ കിട്ടിയ അംഗീകാരം. പിന്നെ അവിടെ നിന്നങ്ങോട്ട് കോടങ്ങാട് പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കെ മഹാനായ ഓക്കെ ഉസ്താദിന്റെ ചാലിയുടെ ദർസിലേക്ക് പോയപ്പോ അവിടെയും മഹാനായ സൈനുൽ ഉലമയ്ക്ക് മഹാനായ ഓക്കെ ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ശിഷ്യനാവാൻ കഴിഞ്ഞു. ഉസ്താദിന് എപ്പോഴും ദർസിൽ കിതാബുകൾ ഓടിക്കൊടുത്തിരുന്നത്. ഉസ്താദിന്റെ അടുത്തിരുന്ന് പഠിക്കുമ്പോൾ കിതാബ് വായിച്ചു കൊടുക്കാൻ ഓരോ മുത്തഅല്ലിമീങ്ങളെ ഏർപ്പെടുത്താറുണ്ട്. നമുക്കറിയാമല്ലോ അത്. അങ്ങനെ ചെറുശ്ശേരി ഉസ്താദായിരുന്നു അവിടെ എപ്പോഴും ഓക്കെ ഉസ്താദിന്റെ മുമ്പിൽ കിതാബ് വായിച്ചിരുന്നത്. ചില ആളുകൾക്കൊക്കെ ഒപ്പമുള്ള മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ ഇതിലൊരു പ്രയാസം നേരിടുണ്ട് എന്ന് ചെറുശ്ശേരി ഉസ്താദ് അറിഞ്ഞപ്പോൾ, അതിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹം പ്രകടിച്ചപ്പോൾ, അല്ലെങ്കിൽ മനസ്സിൽ മറ്റുള്ള ആളുകൾക്കൊരു പ്രയാസം ഉണ്ടാകേണ്ട എന്ന് ചെറുശ്ശേരി ഉസ്താദ് വിചാരിച്ചപ്പോൾ ദർസിനിടക്ക് ഓക്കെ ഉസ്താദ് പറഞ്ഞുവത്രേ, സൈനുദ്ദീൻ തന്നെ വായിക്കട്ടെ. അവൻ വായിക്കുമ്പോൾ എനിക്ക് പോലും പല പ്രയാസങ്ങളും നീങ്ങിക്കിട്ടുന്നുണ്ട്. പല മസ്അലകളുടെയും പല ഇബാറത്തുകളുടെയും കെട്ടിക്കുടുക്കുകൾ എനിക്ക് സൈനുദ്ദീൻ വായിക്കുമ്പോൾ മാറിക്കിട്ടുന്നുണ്ട് എന്ന് ജീവിതത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യകാലങ്ങളിൽ ഓക്കെ ഉസ്താദ് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് മഹാനായ സൈനുൽ ഉലമയ്ക്ക്. പിന്നീട് അവിടെ അങ്ങോട്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മഹാന്മാരായ ഉസ്താദുമാരുമായി ബന്ധം പുലർത്തുകയും അവരൊക്കെ ആ പണ്ഡിത വരങ്ങിനെ, ആ മഹാനായ പണ്ഡിതനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടങ്ങാട് പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന കാലത്ത് ഖുത്ബ ഓതുമ്പോഴാണ് മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, റഈസുൽ മുഹഖ്ഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന കാലങ്ങളുടെ ഏറ്റവും വലിയ സാത്വികൻ, ഏറ്റവും വലിയ നിഷ്കളങ്കൻ, ചരിത്രങ്ങൾ ഒരുപാട് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ആ പള്ളിയിലേക്ക് കയറി വന്ന് ഖുത്ബ ശ്രവിച്ചുകൊണ്ട് ജുമുഅ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചുവത്രേ, ആരാണ് ഇവിടെ ഖത്തീബ്, ഇവിടെ ഖുത്ബ ഓതിയ ആൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞുകൊടുത്തു, ഉസ്താദേ അത് ചെറുശ്ശേരിയിലെ മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മകനായ സൈനുദ്ദീൻ മുസ്ലിയാരാണെന്ന് പറഞ്ഞപ്പോൾ, മഹാനായ ആ പണ്ഡിതന്റെ മകനാണെന്ന് പറഞ്ഞപ്പോൾ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഭംഗിക്ക് വേണ്ടി ഒരു വാക്ക് പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വാക്കിന്റെ ഭംഗിക്ക് വേണ്ടി മാത്രം അതിന്റെ അർത്ഥം അതിന്റെ കൃത്യമായി മനസ്സിലാക്കാതെ കണ്ണിയത്ത് ഉസ്താദ് ഒരു കാര്യം പറയില്ല. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞുവത്രേ, മൂർഖന്റെ മകൻ മൂർഖൻ തന്നെയാണ് എന്ന്. എന്തൊരു മനോഹരമായ വാചകമാണത്. ചെറുപ്രായത്തിൽ ഖുത്ബ ഓതുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് നൽകിയ അംഗീകാരം മൂർഖന്റെ മകൻ മൂർഖൻ തന്നെയാണ് എന്നായിരുന്നു. പിന്നീട് അങ്ങോട്ട് മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ ജീവിതത്തിലൊക്കെ ഈ മഹാന്മാരായ പണ്ഡിതന്മാരുമായുള്ള ഒരു ബന്ധപ്പെടൽ നമ്മൾ കാണുകയാണ്. അഭിനന്ദരായ ഉസ്താദ് അവർകൾ ഹക്കുപടി ഉസ്താദ് വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ വിഷയമിലേറെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അഭിനന്ദരായ സൈനുൽ ഉലമയുടെ അനുസ്മരണം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന അഭിനന്ദരായ ഉസ്താദിന്റെ ആദർശ വിശദീകരണ വേദിക്ക് കാതോർക്കുവാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇനി എന്റെ ഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിന്റെ തുടക്കകാലങ്ങളിൽ തന്നെ മഹാന്മാരായ ഉസ്താദുമാരുമായിട്ടൊക്കെ ബന്ധം പുലർത്തുകയും അവരുടെയൊക്കെ അംഗീകാരവും അവരുടെയൊക്കെ പ്രശംസയും വാനോളം കിട്ടുമായിരുന്നു മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവർക്ക്. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം, ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പദവിയിലെത്തുന്നതുവരെ ചെമ്മാട്ടേക്ക് തന്റെ ദർസ് ജീവിതം മാറ്റിയപ്പോൾ ചെമ്മാടപ്പള്ളിയിൽ ബാപ്പുട്ടി ഹാജിയോടുകൂടെ ചെറുശ്ശേരി ഉസ്താദ് ഇരിക്കുമ്പോൾ അവിടേക്ക് ശംസുൽ ഉലമ കടന്നു വന്നപ്പോൾ ശംസുൽ ഉലമയും ചെറുശ്ശേരി ഉസ്താദും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ബാപ്പുട്ടി ഹാജി വേദിയിലേക്ക് റൂമിലേക്ക് കയറി വന്നപ്പോൾ ശംസുൽ ഉലമ പറഞ്ഞുവത്രേ, ബാപ്പുട്ടി ഹാജി ഇപ്പോഴാണ് നിങ്ങളെ മഹല്ലിന് യോജിച്ച ഒരു മുദരിസിനെ കിട്ടിയത് എന്ന്. ശംസുൽ ഉലമയുടെയും അംഗീകാരം ചെറുപ്രായത്തിലെ ഉസ്താദ് നേടിയെടുത്തു തന്റെ ദർസ് ജീവിതത്തിൽ എല്ലായിടങ്ങളിലും ഇങ്ങനെ ഒരാളുടെ പോലും എതിർപ്പുകളില്ലാതെ എല്ലാവരുടെയും പിന്തുണയും അംഗീകാരവുമാണ് മഹാനായ ഉസ്താദുകൾക്ക് എപ്പോഴും കിട്ടിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഉസ്താദിന്റെ അറിവിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. അതിനുശേഷം ചെമ്മാട് ദാറുൽ ഹുദയിലേക്ക് അറിവിന്റെ അക്ഷയപ്പൂക്കൾ പറന്നു കളിക്കുന്ന ദാറുൽ ഹുദയുടെ മലർവാടിയിലേക്ക് അറിവിന്റെ സാഗരങ്ങൾ പകർന്നു കൊടുക്കാൻ വേണ്ടി സൈനുൽ ഉലമ കടന്നു വന്ന് അവിടെ നിന്നങ്ങോട്ട് എത്രയോ കാലങ്ങൾ വഫാത്തിന്റെ അതുവരെയും കിതാബ് ഓതി കൊടുക്കാൻ മഹാനായ ഉസ്താദുകൾ കഴിഞ്ഞു. സമസ്തയുടെ
സാഹിത്യകാരന്മാരായ ഉസ്താദുമാർക്ക് എപ്പോഴും അള്ളാഹു കൊടുക്കുന്ന അംഗീകാരമാണത്. മഹാനായ റയീസുലുമായി താളമ്പാടി ഉസ്താദ് അവസാന ദിവസം ബുഖാരി കിതാബ് ഓടിക്കൊടുത്തിട്ടാണ് ആശുപത്രിയിലേക്ക് പോയതെങ്കിൽ അവസാന കാലഘട്ടങ്ങളിൽ മഹാനായ സൈനുൽ ഉലമയും തന്നെ അവസാനം വരെ ആശുപത്രിയിലേക്ക് പോകും വരെ കിതാബുമായി മുത്താലയുമായി അധ്യാപനവുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് സൂചനകൾ ഉസ്താദ് അവർ നൽകിയിരുന്നു എന്നതാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത്. നന്ദി ദാറുസ്സലാമിന്റെ റൂബി ജൂബിലി സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളന വേദിയിൽ വെച്ചുകൊണ്ട് അവസാനം മഹാനായ സൈനുൽ ഉലമായി സനദാന പ്രഭാഷണം നടത്തുമ്പോൾ ഒരു വാക്ക് പറഞ്ഞുവത്രേ, ഞങ്ങളൊക്കെ മഗ്‌രിബിലെത്തിയിട്ടുണ്ട്, ഇനി നിങ്ങളൊക്കെയാണ് ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടത് എന്ന് ആ പണ്ഡിതന്മാർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ സനദാന ഭാഷണത്തിൽ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞുവത്രേ, ഞങ്ങളൊക്കെ മഗ്‌രിബിലെത്തിയിട്ടുണ്ട് എന്ന്. എത്ര കാലോചിതമായ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ കാര്യങ്ങൾ കണ്ടറിഞ്ഞ മഹാനായ ഉസ്താദിന്റെ വാചകങ്ങളായിരുന്നു അത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ 2 പതിറ്റാണ്ടുകാലം അവരോധനായപ്പോൾ നമുക്കറിയാം ആ പദവിയിലേക്ക് ഉസ്താദ് അവരുകളെ നിർദ്ദേശിച്ചത് അതിന്റെ സൂചന നൽകിയിട്ടാണ് മഹാനായ ശംസുൽ ഉലമായി കെ അബൂബക്കർ ഉസ്താദ് കടന്നുപോയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാസമ്മേളനം കടപ്പുറത്ത് വെച്ച് നടക്കുമ്പോൾ തന്റെ വേദിയിൽ തന്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഒരുപാട് പ്രമുഖരായ പണ്ഡിതന്മാർക്കിടയിൽ നിന്ന് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരെ വിളിച്ചുകൊണ്ട് തന്റെ കസേരയിൽ ഇരുത്തിയിട്ട് എന്റെ കാലശേഷം ഈ മഹാപ്രസ്ഥാനത്തിന്റെ കാർമ്മികത്വം ഏതു കരങ്ങളിലാണോ ചെന്നെത്തേണ്ടത് എന്ന് വഫാത്തിന്റെ മുമ്പേ സൂചന നൽകിയിരുന്നു ശംസുൽ ഉലമായി കെ അബൂബക്കർ ഉസ്താദ്. അതിനുശേഷം ശംസുൽ പിന്നീട് സമസ്തയുടെ ഒരു സമ്മേളന വേദിയെ അഭിസംബോധന ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ആളുകളുടെയും പിന്തുണയും ഊർജ്ജവും ഉസ്താദിനുണ്ടായിരുന്നു. ഈ ശംസുൽ ഇങ്ങനെ വേദിയിലേക്ക് ആനയിച്ച ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ചാണ് ഇപ്പൊ ചില ആളുകളൊക്കെ ചെറുശ്ശേരി ഉസ്താദിന് ശംസുൽ മതിപ്പുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. എന്തു പറയാൻ അവരോടൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് മിണ്ടാതിരിക്കാനേ സാധ്യമാവുകയുള്ളൂ. ഏത് രൂപത്തിലും ആരെക്കുറിച്ചും പച്ചക്കള്ളം പറയാൻ യാതൊരു മടിയുമില്ലാത്ത രീതിയിലേക്ക് അവരുടെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അറിവിന്റെ മേഖലയിലെ ഏറ്റവും വലിയ ഒരു തരംഗസാഗരം എന്നതിനപ്പുറത്തേക്ക് ആത്മീയതയുടെ ജ്യോതിർഗോളമായിരുന്നു നമ്മുടെ ഉസ്താദിനെ പരിചയമുള്ള ആളുകൾക്കറിയാം. ഉസ്താദിന്റെ ദൈനംദിന ജീവിതത്തിൽ തന്നെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ആ ഇരുപ്പിൽ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ദുഹാ നമസ്കാരം വരെ പള്ളിയിൽ വിക്റുകൾ ചൊല്ലിയിട്ടാണ് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് എപ്പോഴും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. പ്രധാനമായും പരിപാടിയൊന്നുമില്ലെങ്കിൽ കൊണ്ടോട്ടിയിലെ കാളിയാരകം പള്ളിയിൽ ഉസ്താദ് ആ രീതിയിലുണ്ടാകും. ഞാൻ ഒത്തുപോവുകയാണ്. കാളിയാരകം പള്ളിയിൽ ഖത്തീബായ ഷാജഹാൻ റഹ്മാനി ഉസ്താദിന്റെ വഫാത്തിന് ശേഷം നടത്തിയ ഒരു അനുസ്മരണ ഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഒത്തുപോവുകയാണ്. സുബഹി നമസ്കാരത്തിന് ശേഷം തന്റെ റൂമിലിരുന്നു കൊണ്ട് കിതാബ് നോക്കുകയാണ് ഷാജഹാൻ റഹ്മാനി. സ്വാഭാവികമായും ഒരു സംശയം വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചുവത്രേ, പള്ളിയിൽ ചെറുശ്ശേരി ഉസ്താദ് ഇരിക്കുന്നുണ്ടല്ലോ, ആ സംശയം തീർക്കാമെന്ന്. അങ്ങനെ കരുതിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് നിസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയുന്നു, ചെറുശ്ശേരി ഉസ്താദ് സുജൂദ് ചെയ്യുകയാണ്. ഈ നിസ്കാരം കഴിഞ്ഞാൽ എന്റെ പ്രശ്നം തീർക്കാം, എന്റെ പ്രയാസം, എന്റെ സംശയം അവസാനിപ്പിക്കാമെന്ന് കരുതി അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് കാണുന്നത് ഏറെ സമയങ്ങളോളം ചെറുശ്ശേരി ഉസ്താദ് സുജൂദിൽ തന്നെയാണ്. അദ്ദേഹം തന്നെ പറയുന്നു, 20 മിനിറ്റോളം സമയം സുബഹി നമസ്കാരത്തിന് ശേഷം ഒരാൾക്കും പുറത്തേക്ക് കാണാൻ വലിയ സാധ്യതകളില്ലാത്ത ഒരു നാട്യത്തിനു വേണ്ടിയല്ല നമുക്കറിയാം. ആ പള്ളിയുടെ ഉള്ളിൽ 20 മിനിറ്റോളം ചെറുശ്ശേരി ഉസ്താദ് സുജൂദിലാണ്. ഷാജഹാൻ റഹ്മാനി പറയുന്നു, എന്റെ മനസ്സിലൊരു സംശയം വന്നു. ഞാനിങ്ങനെ ചിന്തിച്ചുപോയി, ഈ മനുഷ്യനെങ്ങാണ്ട് സുജൂദിൽ കിടന്ന് വഫാത്തായി പോയോ എന്ന് എന്റെ മനസ്സിലേക്ക് ആശങ്ക വന്നുവെന്ന് അദ്ദേഹം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അഭിവന്ദ്യനായ സൈനുൽ ഉലമ ഈ രീതിയിലാണ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ അഭിമാനമില്ലേ നമുക്ക് ഈ ഉസ്താദിന്റെ നേതൃത്വത്തിന് കീഴിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചുവെന്ന്. അതേപോലെ അല്ലാഹു ആഖിറത്തിലും ജന്നാത്തുൻ നഈമിലും നമ്മെ അവിടുത്തെ കൂടെ ഒരുമിച്ച് കൂട്ടി പെരുമാറാവട്ടെ. ഇതായിരുന്നു ഉസ്താദിന്റെ ജീവിതം. സദാസമയവും വിക്റുകളുമായി, ആരാധനയുമായി, ഇബാദത്തുകളുമായിട്ട്. മരണത്തിന്റെ മുമ്പുള്ള ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, അബോധാവസ്ഥയിൽ ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ആശുപത്രി കിടക്കയിൽ കഴിയുമ്പോഴും ഉസ്താദിന്റെ കയ്യിൽ തസ്ബീഹ് മാല കൊടുത്താൽ അതിന്റെ മണികൾ ഇങ്ങനെ, മണിമുത്തുകൾ ഇങ്ങനെ തന്റെ വിരലുകൾ കൊണ്ട് അങ്കുലി ചലനങ്ങൾ നടത്തിയിട്ട് മറിക്കാറുണ്ടായിരുന്നു സൈനുൽ ഉലമ. പുറത്തെ ബോധം നഷ്ടപ്പെടുമ്പോഴും അകം കണ്ണുകൊണ്ട് ഹൃദയത്തിന്റെ അകത്തളങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുകയായിരുന്നു അഭിവന്ദ്യരായ നമ്മുടെ നായകർ. പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെ നമുക്ക് പറയാൻ സാധിക്കും, ഈ ഉസ്താദിന്റെ നേതൃപദവിക്ക് കീഴിലാണ് ഏറെക്കാലം നമ്മൾ ജീവിച്ചത്. അള്ളാഹുവിന്റെ മഹാനായ ആ പണ്ഡിതന്റെ ജീവിതത്തിൽ ഇങ്ങനെ പാതിരാത്രിയാണെങ്കിലും മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാലും ഇതുപോലെ വിക്റുകളുമായി ബന്ധപ്പെടുന്ന ഒരു ജീവിതമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഏത് രീതിയിലും ആത്മീയ ഗോളയിൽ മഹാന്മാരുടെ കയ്യിൽ നിന്ന്, മഹാനായ കക്കിടിപ്പുറം ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ബദരിയത്തിലും അതുപോലെ തന്നെ ദലായിലുൽ ഖൈറാത്തിലും ഇജാസത്ത് വാങ്ങിയ ശൈഖുന, അതുപോലെ
അതുപോലെ മഹാന്മാരായ ഒരുപാട് ആലിമ്യങ്ങളുടെ കയ്യിൽ നിന്ന്, ചാപ്പനങ്ങാടി ഉസ്താദിന്റെ കയ്യിൽ നിന്ന് ഖാദിരി ത്വരീഖത്ത് കരസ്ഥമാക്കിയ ശൈഖുന ഒരുപാട് വലിയ ദിക്റുകൾ ചൊല്ലാനുള്ള, ദൈനംദിനം ചൊല്ലാനുള്ള ദിക്റിന്റെ ഒരു കെട്ട് തന്നെ, ഒരു വലിയ പുസ്തകം തന്നെ ഉസ്താദിനുണ്ടായിരുന്നുവെന്ന് അവിടുത്തെ ശിഷ്യഗണങ്ങൾ നമ്മോട് വിവരിച്ചു തരുന്നുണ്ട്. ഞാൻ ആ ഭാഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ഭാഷണയുടെ വരാനിരിക്കുകയാണ്. ഞാൻ ചുരുക്കുകയാണ്. ഇതായിരുന്നു സൈനുൽ ഉലമയുടെ ജീവിതം. ആത്മീയ ഗോതയിലെ ജ്യോതിർഗോളമായി, അറിവിന്റെ മേഖലയിലെ അക്ഷയപുഷ്പമായി, സമൂഹത്തിന് വിജ്ഞാനം പകർന്ന് സമൂഹത്തിന്റെ ജീവിത മാർഗരേഖകൾ വരച്ചു കാണിച്ചുകൊണ്ടാണ് ചെറുശ്ശേരി ഉസ്താദ് മുന്നോട്ട് പോയത്. സരളമായ പ്രഭാഷണങ്ങൾ, സരളമായ ക്ലാസുകൾ, ഒരു വലിയ വാചക കസർത്തുകളില്ല എങ്കിലും ഉസ്താദിന്റെ പ്രസംഗം ഇങ്ങനെ സാധാരണ രൂപയിൽ നാടൻ ശൈലിയിൽ കടന്നു വരുമ്പോൾ പണ്ഡിതന്മാരൊക്കെ നമ്മൾ കാണാറുണ്ട്. കുറിപ്പം പിടിച്ചുകൊണ്ട് ഉസ്താദിന്റെ പോയിന്റുകൾ എഴുതിയെടുക്കാറുണ്ട്. ജാമ്യയുടെ സമ്മേളനങ്ങളിൽ, സമത്തയുടെ സമ്മേളനങ്ങളിൽ, ക്യാമ്പുകളിൽ ഉസ്താദിന്റെ പ്രസംഗങ്ങളിൽ ഉസ്താദിന്റെ പ്രസംഗത്തിലെ വചനധാരകൾ എഴുതിയെടുക്കാൻ വേണ്ടി, കുറിപ്പാത്തുകൾ തയ്യാറാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഉസ്താദുമാരെ നമ്മൾ കാണാറുണ്ട്. ആ മഹാപണ്ഡിതന്റെ അധരങ്ങളിൽ നിന്ന് ഇറങ്ങി വീഴുന്ന മണിമുത്തുകൾ മുഴുവൻ വിജ്ഞാനങ്ങളായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അറിവ് പകർന്നു കൊടുക്കുന്ന ദാറുൽ ഹുദയിലാവട്ടെ ഇതേ രീതിയിൽ ഉസ്താദിന്റെ ക്ലാസുകൾ മുഴുവൻ അങ്ങനെയായിരുന്നു, സരളമായ രൂപത്തിൽ. എന്നാൽ വലിയ വിഷയങ്ങൾ, ഗഹനമായ വിഷയങ്ങൾ പോലും സരളമായി ചർച്ച ചെയ്യും അഭിനന്ദനായ ഉസ്താദ് അവർ. അതിനിടയിൽ തമാശയുടെ മേമ്പൊടികൾ ഉണ്ടാകും. ഏറ്റവും വലിയ തമാശയുടെ മേമ്പൊടികളിലൂടെ ഉസ്താദ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും, ഒരാളെയും വെറുപ്പിക്കാതെ. എന്നാൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നയാൾക്ക് രണ്ടാമതൊരു ചോദ്യം ചോദിക്കേണ്ട സാഹചര്യമില്ലാത്ത രൂപത്തിൽ കൊണ്ടോട്ടി പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് വഹാബി ആളുകൾ ചോദിച്ചു ഇത്ര ഉസ്താദിനോട് ഒരു സംശയം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ കുട്ടികൾ മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പ് ചൊല്ലാറുണ്ടല്ലോ. ഈ ദിക്ർ ചൊല്ലിയാൽ ദുനിയാവ് മുഴുവൻ കിട്ടിയതുപോലെയാണ് പ്രതിഫലം എന്ന് പറയാറുണ്ടല്ലോ. ഉസ്താദ് പറഞ്ഞോലെ അങ്ങനെയാണെങ്കിൽ ഒരു ദിക്ർ ചൊല്ലിയാൽ പോരെ? പിന്നെ ദുനിയാവ് മുഴുവൻ നിറച്ച പ്രതിഫലം കിട്ടുകയാണെങ്കിൽ പിന്നെ രണ്ടാമതെന്തിനാണ് തസ്ബീഹ് ചൊല്ലുന്നത് എന്ന് ചോദിച്ച വഹാബിയോട് കൃത്യത്തിൽ ഉസ്താദിനെ ഒന്ന് ഇരുത്താമെന്ന് കരുതിയിട്ട് ചോദിച്ചപ്പോൾ ചെറുശ്ശേരി ഉസ്താദിന്റെ മറുചോദ്യം, നിങ്ങളൊരു മുറിയിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ, ഒരു ട്യൂബ് കത്തിച്ചു വെച്ചാൽ ആ മുറി മുഴുവൻ പ്രകാശപൂരിതമാവാറില്ലേ? ഉണ്ട്. പിന്നെ വേറെ ഒരു വിളക്ക് കൂടി അവിടെ കത്തിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. എന്തുണ്ടാകും? അവിടെ പ്രകാശം ഒന്നുകൂടി വർദ്ധിക്കും. ഈ രൂപത്തിൽ അതിന് മറുപടി കൊടുത്ത ഉസ്താദ് അവர்கள் ക്ലാസ് എടുക്കുമ്പോഴും എപ്പോഴും ഈ രൂപത്തിൽ കാര്യങ്ങൾ വളരെ കണിശമായ വിഷയങ്ങൾ പോലും സരളമായി അവതരിപ്പിക്കാൻ ഉസ്താദിന് കഴിവുണ്ടായിരുന്നു. ഞാൻ ആ ഭാഗമൊന്നും നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ജീവിതത്തിലെ ക്രാന്ത ദാർശനികതയും സൂക്ഷ്മതയും ഒക്കെ ഉസ്താദിനോട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ആഡംബരങ്ങളില്ലാതെ, ആഡംബരത്തിന്റെ കൊട്ടാരങ്ങളില്ലാതെ, സഞ്ചരിക്കുന്ന കൊട്ടാരങ്ങളില്ലാതെ, അല്പമൊക്കെ ധനാഢ്യമായ കുടുംബത്തിൽ ജീവിച്ചിട്ട് പോലും ആ വലിയ പ്രാധാന്യങ്ങളൊന്നും ജീവിതത്തിൽ കൽപ്പിക്കാതെ കൊണ്ടോട്ടിയങ്ങാടിയിലൂടെ മത്സ്യം വാങ്ങിയിട്ട് കടന്നു വരുന്ന സൈനുൽ ഉലമയുടെ ചിത്രങ്ങൾ എത്ര കണ്ടതാണ് നമ്മൾ. പാതിരാത്രിയിൽ കാഞ്ഞങ്ങാട്ടെയും കാസർഗോഡിലെയുമൊക്കെ റെയിൽവേ സ്റ്റേഷനുകളിലെ തിണ്ണയിലിരിക്കുന്ന, ഒറ്റയ്ക്കിരിക്കുന്ന സമത്തയുടെ സെക്രട്ടറിയുടെ എത്ര ചിത്രങ്ങൾ കണ്ടുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാനും നിങ്ങളുമൊക്കെ അപ്പുറത്തുള്ള ആളുകളൊക്കെ ചില്ലുകൊട്ടാരങ്ങളിൽ ഇരുന്നുകൊണ്ട് സമൂഹത്തെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിൽ വിനയത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി വിനയമെന്ന പദത്തിനൊരു പര്യായം എഴുതി വെക്കാൻ കഴിയുമെങ്കിൽ അഭിമാനത്തോടെ സൈനുൽ ഉലമ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കാണ് ചെറുശ്ശേരി ഉസ്താദ് നമുക്ക് ജീവിതം കാണിച്ചു തന്നത്. ഒരുപാട് അത്ഭുത സിദ്ധികൾ. ഒരൊറ്റ സംഭവം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇബാദിന്റെ ചെയർമാനായിരുന്ന ആസിഫ് ദാരിമി പുളിക്കൽ നേരിട്ട് പറഞ്ഞ ഒരു വിഷയമായതുകൊണ്ട് എനിക്കതിവിടെ പ്രസ്താവിക്കാൻ സാധിക്കും. അദ്ദേഹം പറയുകയുണ്ടായി, ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ കൂടെ കാറിൽ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉസ്താദ് കാർ നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. അത്രേ കാർ നിർത്തിയ ആളുകൾക്കിടയിൽ കാർ നിർത്തിയപ്പോൾ അവിടെ ഒരു പൂച്ച ചത്തുകിടക്കുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞു, അതിന് നമ്മൾ മറമാടണം. എന്നിട്ട് പറഞ്ഞുവത്രേ, അവിടെ നിന്ന് പോയി മൺവെട്ടി കൊണ്ടുവാ. അങ്ങനെ മൺവെട്ടി കൊണ്ടുവന്നു. ഒന്നുകിൽ നീ കുഴിക്കണം, അല്ലെങ്കിൽ ഞാൻ കുഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കുഴിക്കുകയും ചെറുശ്ശേരി ഉസ്താദ് പൂച്ചയെ മറമാടാൻ എന്നപ്പോൾ ആളുകളൊക്കെ ഒപ്പം കൂടിയിട്ട് കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് തിരിച്ച് കാറിലേക്ക് കയറിയപ്പോൾ ഉസ്താദിനോട് ചോദിച്ചുവത്രേ, എന്തേ ഉസ്താദ് ഈ കാര്യത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞുവത്രേ, ആർക്കെങ്കിലും ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ എന്ന്. പിന്നീട് ഈ വ്യക്തി കോഴിക്കോട് തർബിയത്തുൽ ഇസ്ലാമിന്റെ ഇസ്ലാം സ്വീകരിക്കുന്ന പൊന്നാനി മഹോത്സവക്ക് സമാനമായ കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ നിന്നൊരു വർത്തമാനം ഒരു മനുഷ്യൻ വന്നിട്ട് പണ്ട് പൂച്ചയെ മറമാടിയ സംഘത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി.
അദ്ദേഹം പിന്നെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ആ ഒരു സംഭവമാണത്രേ ഈ മനുഷ്യനെ ഇസ്ലാമിലേക്ക് കടത്താൻ കാരണമായത്. ഈ രീതിയിൽ കാലങ്ങൾക്ക് മുമ്പേ ക്രാന്ത ദാർശനികതയിലൂടെ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിവന്ദരായ ഉസ്താദ് അവറുകൾ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ അഭിവന്ദരായ നായകർ നമ്മിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. ആ അവസാന വചനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അവസാന സമയത്ത് കൊണ്ടോട്ടി അങ്ങാടിയിലൊക്കെ നേരത്തെ പോയിട്ട് ചെറുശ്ശേരി ഉസ്താദിനെ എളുപ്പം കണ്ട് മടങ്ങാമെന്ന് വിചാരിച്ചപ്പോഴൊക്കെ അവിടെ ചെന്നുപോയപ്പോഴേക്കും ആയിരങ്ങൾ പതിനായിരങ്ങൾ അവിടെ ഏറ്റവും വലിയ വലയം തീർത്തിരിക്കുന്നു. 12 മണിവരെ ജനാസ അവിടെ വെക്കുമെന്ന് പറഞ്ഞിട്ട് ആ സമയം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 11:30 ദാറുൽ ഹുദയിലേക്ക് ജനാസ എടുത്തു. ഇനി അവിടെ ജനാസ വെച്ചാൽ ആളപായം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയായിരുന്നു ഇത്ര കാരണം. പിന്നീട് ചെമ്മാട്ടേക്ക് കൊണ്ടുപോയിട്ട് അവിടെയും നമ്മൾ കണ്ടത് ലക്ഷങ്ങളാണ് അഭിവന്ദരായ ഉസ്താദിന്റെ ജനാസ കാണാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയത്. അവസാനം നോക്കു കാണാൻ അഭിവന്ദരായ നായകരുടെ പുഞ്ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന എത്രയോ ആളുകൾക്ക് ആ അവസാന സമയം ഉസ്താദിനെ കാണാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു എന്നതാണ് നമ്മളൊക്കെ കണ്ട ചരിത്രമാണിത്. അവസാന സമയത്തും തടിച്ചുകൂടിയ ആളുകളെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഏറെ പാടുപെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അഭിവന്ദരായ ചെറുശ്ശേരി ഉസ്താദ് അവരുടെ അവസാനം പോലും ഏറ്റവും വലിയ സൂചനയാണ്. മഹാനായ സ്വാത്വികനായ ആ പണ്ഡിതന്റെ അവസാനത്തിൽ വന്ന് തടിച്ചുകൂടി ജനാബലി പോലും ആരായിരുന്നു ഉസ്താദ് എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. പിന്നെ നമ്മളൊക്കെ കണ്ടത് അഭിവന്ദരായ ഉസ്താദിനെ കണ്ട ആളുകൾക്കറിയാം അവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഒപ്പമുള്ള ആളുകൾ ഞങ്ങൾക്കൊരു നായകനെ നഷ്ടപ്പെട്ട വേദനയിൽ, അഭിവന്ദരായ സെക്രട്ടറി സൈനുൽ ഉലമ മരണപ്പെട്ടു പോയ വഫാത്തായി പോയ വേദനയിൽ ഒപ്പമുള്ള ആളുകൾ, ഒപ്പം പഠിപ്പിച്ച വിദ്യാർത്ഥികൾ, അവിടെയുള്ള അധ്യാപകർ, അതിലപ്പുറം സംസ്ഥയുടെ അനുഭാവികൾ, നേതാക്കന്മാർ, അതിന്റെ സംഘടനാ പ്രവർത്തകരൊക്കെ പല ആളുകളും വിതുമ്പുന്നുണ്ട്, പല ആളുകൾ പൊട്ടിക്കരയുന്നുണ്ട്. ചിലർ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് മനസ്സിന്റെ അകം കൊണ്ട് കരയുന്നുണ്ട്, കരയാതെ കരയുന്നുണ്ട്. ഇങ്ങനെ ഒപ്പമുള്ള ആളുകളൊക്കെ കരയുമ്പോഴും ആ കട്ടിലിൽ കിടന്നുകൊണ്ട് പുഞ്ചിരിച്ച് കിടക്കുന്ന ശൈഖുന തന്റെ ചുറ്റുമുള്ള ആളുകൾ കരയുമ്പോഴും മയ്യത്തുകട്ടിൽ കിടന്നുകൊണ്ട് എന്തൊരു പുഞ്ചിരിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഉഖ്റവിയായ ആലിമിന്റെ അവസാനത്തെ മുദ്രയും തന്റെ മുഖത്തേക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് വഫാത്തായി പോയ സൈനുൽ ഉലമയുടെ മുഖം നമ്മൾ കണ്ടതാണ്. ജീവിതത്തിന്റെ സകല സമയങ്ങളിൽ വേദികളിലൊക്കെ പഴങ്ങൾ വല്ലാതെ വരുന്ന മരം എപ്പോഴും താഴ്ന്നിരിക്കുന്നത് പോലെ അറിവ് കൂടിയ ശൈഖുന താഴ്ന്നിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എപ്പോഴും വിനയം മാത്രം കാട്ടിയ ഉസ്താദ് അവർകൾ ജ്ഞാനത്തിൽ മാണിക്യ പൂങ്കുല എന്തുന്ന ജ്ഞാനി എപ്പോഴും വിനയാന്വിതനായ ചലിപ്പൂ എന്ന് കവി പറഞ്ഞതുപോലെ മഹാന്മാരായ ആളുകളൊക്കെ പറഞ്ഞ ആ ബൈത്തുകൾക്ക് ഏറ്റവും വലിയ അർത്ഥം നൽകുന്ന രൂപത്തിൽ വേദികളിലൊക്കെ അറിവിന്റെ കനം കൊണ്ട് തല താഴ്ത്തിയിരുന്ന ശൈഖുന അവസാനവും പുഞ്ചിരിച്ചുകൊണ്ട് മടങ്ങിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഭിവന്ദരായ സൈനുൽ ഉലമ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. ആ പാതയിൽ നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അഭിവന്ദരുടെ പാത നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട്. അഭിവന്ദരായ ശൈഖുന, ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ട്. അങ്ങയുടെ പാദങ്ങളെ ഞങ്ങൾ അനുഗമിക്കുകയാണ്. അങ്ങ് തീർത്ത വാതായനങ്ങൾ, അങ്ങ് ഞങ്ങൾക്ക് തുറന്നു തന്ന വാതായനങ്ങൾ അത് മാറ്റിവെച്ചുകൊണ്ട് വേറൊരു വഴിയിൽ പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വേദിയിൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ, ഹൃദയം കൊണ്ട് പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ പദവിയിലേക്ക് അഭിവന്ദരായ ശൈഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിനെ കാലം നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ സമ്മോഹനമായ ഒരു മുഹൂർത്തമാണത്. ആഗോള പണ്ഡിതൻ, അറിവിന്റെ അക്ഷയപാത്രമായ ഏറ്റവും വലിയ അറിവ് കൊണ്ട് ആകാശത്തോളം ഉയർന്നപ്പെടും വിനയം കൊണ്ട് ഭൂമിയിലേക്ക് താഴ്ന്നു നിന്ന അഭിവന്ദരായ ശൈഖുൽ ജാമിയയെ നമുക്ക് നേതാവായിട്ട് കിട്ടിയിരിക്കുകയാണ്. മഹാനായ ബരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ദുആ ചെയ്ത ഒരു ദുആ, അല്ലാഹുവേ ഇതിന്റെ അവസാനത്തെ പ്രസിഡന്റ്, ഇതിന്റെ കൊടി, ഇതിന്റെ പതാക മഹ്ദി ഇമാമിന്റെ കരങ്ങൾ കൊടുക്കണേ എന്ന് പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, മഹ്ദി ഇമാമിന്റെ കരങ്ങളിൽ ഈ പതാക ഏൽപ്പിക്കാൻ രൂപത്തിലേക്ക് സമസ്ത എന്ന ഈ പ്രസ്ഥാനത്തെ ആഗോളതലത്തിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഒരു സൂചനയാവാം ഒരുപക്ഷെ ഒരാഗോള പണ്ഡിതൻ അഭിവന്ദരായ ആലിക്കുട്ടി ഉസ്താദ് ഈ പദവിയിൽ അവരോധനായത്. അള്ളാഹു അവിടുത്തെ കരങ്ങൾക്ക് ശക്തി പകരുമാറാവട്ടെ. അള്ളാഹു അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുമാറാവട്ടെ. സമസ്തയുടെ ആലിമ്യങ്ങൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണം വരെ അവരെ കൂടെ ഉറച്ചു നിൽക്കാൻ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരിച്ചു കഴിഞ്ഞാൽ നാളെ അള്ളാഹുവേ നിന്റെ ജന്നത്തുൽ നഈമിൽ മുസ്തഫായ തങ്ങളുടെ കൂടെ ഈ നേതാക്കന്മാരുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് കൂടണേ തമ്പുരാനെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യത്തോടുകൂടി ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്നെ ശ്രവിക്കാൻ നിങ്ങൾ കാണിച്ച സന്മനസ്സിന് ഹൃദയംഗമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.